ഹായ് ഹലോ. ഇന്ന് ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കും അതുപോലെ പച്ചക്കറികൾക്ക് ചെടികൾക്കൊക്കെ നൽകുന്ന വളം എന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. സാധാരണയായിട്ട് ഞാൻ ഒന്നും തന്നെ അങ്ങനെ കടകളിൽ നിന്ന് നല്ല വാങ്ങിച്ചുള്ള ഒരു വളവും അങ്ങനെ കൊടുക്കാറില്ല ഇവർക്കൊന്നും. നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന വളം മാത്രമാണ് ഞാൻ ഇതിനൊക്കെ നൽകാറുള്ളത്. അതുപോലെ ഇപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊക്കെ നൽകുന്നതിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ സാധാരണയായിട്ട് യൂട്യൂബിലൊക്കെ പലരും വളങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ളത് കണ്ടിട്ടുള്ളതായിരിക്കാം. പക്ഷെങ്കിൽ ഞാൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ 1 കിലോ കടലപ്പിണ്ണാക്ക്, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1/2 കിലോ എല്ലുപൊടി, ഇത്രയുമാണ് ഒരുമിച്ച് ഇതുപോലെ ഒരു ബക്കറ്റിലോ പാത്രത്തിലോ വല്ലതും ഇതുപോലെ ഇട്ട് വെക്കും. അതിനുശേഷം ഞാനതിൽ പുളിച്ച കഞ്ഞിവെള്ളമാണ് നേർക്കെ ഒഴിക്കുന്നത്. പിന്നീട് ഞാൻ നമ്മുടെ കൊന്നയുടെ ഇല ഇതിൻ്റെ കൂടെ ചേർക്കാറുണ്ട്. കൊന്നയുടെ ഇലയും ചേർത്ത് നമുക്കിങ്ങനെ കുറച്ച് ദിവസത്തേക്ക് വെക്കുന്നതിന് വേണ്ടിയാണല്ലോ. വെക്കുമ്പോൾ അതിനൊരു സ്മെല്ലൊന്നും വരാതിരിക്കാൻ ഒരു ശർക്കര ഉണ്ടയും ചേർക്കും. ഇത്രയും ചേർത്തിട്ട് പുളിച്ച കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണ് പതിവ്. എന്നിട്ട് അത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഓരോ ദിവസവും ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇത്രയും ആയിട്ട് കളർന്ന് വന്ന് ദിവസവും നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ നിറച്ച് വന്നിങ്ങനെ നിൽക്കും. പിന്നെ നമ്മളിത് ശരിക്കും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ശരിയാവുന്നത്. ഇതേപോലെ ഞാൻ ഇങ്ങനെ വെച്ച് 7 ദിവസത്തിന് ശേഷം ഇപ്പോഴും ഞാൻ പുളിച്ച കഞ്ഞിവെള്ളം മാറ്റി വെക്കാറുണ്ട് സാധാരണയായിട്ട്. നിങ്ങളുടെ കൈവശം പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെന്ന് വരിയിൽ നിങ്ങൾക്ക് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കാം. ഇല്ലാന്ന് വരി സാധാ വെള്ളമായാലും മതി കേട്ടോ. ഞാൻ മിക്കവാറും പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക്, ഇതിപ്പം നല്ല കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കുന്നത്, കുറച്ചുകൂടെ വലിയൊരു ബക്കറ്റിലേക്ക് ഞാനിത് ഒഴിച്ചിട്ട് ആ കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്ത് വെക്കും. നിങ്ങൾ വെള്ളം മിക്സ് ചെയ്യുവാണെങ്കിൽ അധികം ചേർക്കണ്ട. അങ്ങനെ കഞ്ഞിവെള്ളം ഞാൻ പുളിപ്പിച്ചുകൂടെ മിക്സ് ചെയ്തത് കാരണം ഞാനിതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് 1 മഗ് ഇതിന്റെ ഈ മിശ്രിതം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 10 മഗ് സാധാരണ വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഡയലൂട്ട് ചെയ്ത് ഓരോ ഫ്രൂട്ട്സിന്റെ തൈകൾക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ്. പോട്ടിലാണല്ലോ നട്ടുപിടിപ്പിക്കുന്നത്, അപ്പൊ ആ പോട്ടിൽ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ തന്നെ എൻ്റെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളും നല്ല രീതിയിൽ തന്നെ വളർച്ച എത്തുന്നുമുണ്ട്. ഞാൻ അല്ലാതെ മറ്റു വളങ്ങളൊന്നും തന്നെ ഞാൻ ചേർക്കാറില്ല. അതുപോലെ തന്നെ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ, മുരിങ്ങയുടെ ഇലയും കൊന്നയുടെ ഇലയും കൂടി ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിനും ഇതുപോലെ സ്മെല്ല് വരാതിരിക്കാൻ കുറച്ച് ഞാൻ ശർക്കര ഉണ്ട കുറച്ച് മാത്രം ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് തൈര് ഞാൻ ഒന്ന് ഉടച്ചതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഇത് ഞാൻ 7 ദിവസമൊന്നും വെക്കത്തില്ല. സാധാരണ ഒരു 3-4 ദിവസം ഞാൻ ഇങ്ങനെ വെക്കും. അതിനുശേഷം ഇതിൽ 1 മഗ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇലയോട് കൂടി തന്നെ വേണേലും ഒഴിക്കാം. ഇത് 1 മഗ് എടുത്തിട്ട് ഒരു 5 മഗ് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ മുളക്, തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതും നല്ലൊരു വളമാണ്. നമുക്ക് പച്ചച്ചാണകം നിങ്ങളുടെ കൈവശം കിട്ടാനില്ല എന്ന് വരില്ല, ഇതുപോലെ ചെയ്തു വെച്ച പച്ചച്ചാണകത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വളമാക്കി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് ഞാൻ മുളകിനൊക്കെ ചെയ്തു കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾ മുളകിനൊക്കെ ഒരു കീടബാധയൊക്കെ വരുന്നുടനെ സാധാരണയായിട്ട് നമ്മൾ ഇല ഒക്കെ ചുരുണ്ട് വരുന്നൊക്കെ കാണാറുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോൾ അതിനുവേണ്ടി അടിച്ചു കൊടുക്കുന്ന സ്പ്രേ ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കാണിക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ഇവിടെ ഇത് വെച്ചിരിക്കുന്ന മുട്ടത്തോട് പൊടിച്ചാണ്. മുട്ടത്തോട് ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ ചെടികൾക്കൊക്കെ റോസ് പോലുള്ളതിനൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് മുട്ടത്തോട് വെച്ചിരിക്കുന്നത്. പിന്നെ എപ്സം സോൾട്ട് ഉണ്ട്. എപ്സം സോൾട്ട് ആയാലും ഇതേപോലെ ഞാൻ മെഡിസിറ്റിനിൽ എപ്സം സോൾട്ട് ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഫിഷ് അമിനോ ആസിഡ്, ഇതൊക്കെയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് തന്നെയാണ് ഞാൻ ഇതിനെല്ലാ ചെടികൾക്കും ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾക്കും എല്ലാം എടുക്കുന്നത്. ഫിഷ് അമിനോ ആസിഡ് ആണെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൽ ഒരടപ്പ്, നമ്മളിവിടെ ഒരു അടപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 5 മില്ലിയോളം 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് ഞാൻ എല്ലാ ചെടിയുടെയും ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ സ്പ്രേ ചെയ്യണമെന്ന് വരില്ല, ഇലകൾക്കൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ സ്പ്രേ ചെയ്യുന്നത് ഇതിനകത്ത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് 2 മില്ലി കൂടുതൽ ഒഴിച്ചാൽ ഇലയൊക്കെ കരിഞ്ഞു പോകുന്ന പോലെ വരും. കാര്യം ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് നല്ല കുഴമ്പ് രൂപത്തിൽ കട്ടിയായിട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഇതിൽ കൂടുതലായിട്ട് ഒഴിച്ചാൽ ഇലയ്ക്കൊക്കെ കരിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം 2 മില്ലി മാത്രമേ ഒഴിക്കത്തുള്ളൂ. 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ഈ വെച്ചിരിക്കുന്നതൊക്കെ സ്ലറിയാണ് കേട്ടോ, ഇതെല്ലാം സ്ലറിയാണ്.
സ്ലറി ഇങ്ങനെ ഓരോ കുപ്പിയിലേക്ക് ആക്കി വെച്ചിരിക്കുന്നതാണ്. സ്ലറി എന്ന് പറഞ്ഞാൽ ഞാൻ കിച്ചൺ വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കമ്പോസ്റ്റ് പൈപ്പുകളൊക്കെ ഉണ്ട്, ബക്കറ്റൊക്കെ, അതിൽ നിന്ന് കിട്ടുന്ന സ്ലറിയാണ് കേട്ടോ. പിന്നെ സാഫ് എപ്പോഴും തയ്യാറായിട്ട് തന്നെ എൻ്റെ കയ്യിൽ വെച്ചേക്കും. കാര്യം എന്തെങ്കിലും ഒരു കീടബാധ എന്തിനേലും വരുവോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് ഒക്കെ പ്രൂൺ ചെയ്യുന്ന സമയത്തൊക്കെ സാഫ് ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ് ഞാൻ സാധാരണയായിട്ട് എൻ്റെ പ്ലാന്റ്സുകൾക്കെല്ലാം കൊടുക്കാറുള്ളത് കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുന്നത് കാരണം തന്നെ എൻ്റെ മുളകൊക്കെ നല്ലതുപോലെ, ക്യാപ്സിക്കമാണ് നല്ലതുപോലെ, ഇതൊക്കെ നല്ല തഴച്ചാണ് വളരുന്നത് കേട്ടോ. എന്താ, ഇതൊക്കെ മുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ വളർച്ച വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരെണ്ണത്തിന് എന്തോ ഇലയ്ക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഇതിലെനിക്കിനിയും സ്പ്രേ, ഇത് മുട്ടിട്ടതായിരുന്നുണ്ട്, ഇതിന്റെ ഇലയ്ക്കായാലും ഒരു വ്യത്യാസമുണ്ട്. ഇതെന്തുകൊണ്ട് പറ്റിയതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തോ കീടശല്യം ആയിരിക്കണം. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു 4 അള്ളി വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങ് അരച്ചിട്ട് ഒരു 3 സ്പൂണ് വിനാഗിരി, ഒരു 1/2 സ്പൂണോളം നമ്മുടെ എന്തെങ്കിലും ഹാൻഡ് വാഷോ ലിക്വിഡായിട്ടുള്ള സോപ്പ് ഏതെങ്കിലും കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലതുപോലെ വെളുത്തുള്ളിയും സോപ്പും വിനാഗിരിയും കൂടെ യോജിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ കുലുക്കി എടുത്തിട്ട് അതൊന്ന് 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കേണ്ടത്. അപ്പൊ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെയുള്ള ഇലമുരടിപ്പും ഇങ്ങനെയുള്ള എല്ലാ കീടബാധയും പച്ചക്കറികൾക്കൊക്കെ ആയാലും കേട്ടോ നല്ലതാണ്. ആ കീടബാധയ്ക്കൊക്കെ ആ രീതിയിൽ എനിക്കിതിനൊന്ന് അടിച്ചു കൊടുക്കണം. ഇതായാലും നല്ല രീതിയിൽ തന്നെയാണ് വളർന്നു വരുന്നത്. ഇതൊക്കെ ചെറുപ്പത്തിലേ മൊട്ടിട്ടു എന്നുള്ളതാണ്. ഞാൻ സാധാരണയായിട്ട് ഇതുപോലുള്ള 2 പൈപ്പ് കമ്പോസ്റ്റിന്റെ പൈപ്പുകളുണ്ട്. അതിനകത്താണ് വീട്ടിലുള്ളതായിട്ടുള്ള എല്ലാ വേസ്റ്റുകളും, അതായത് ഇറച്ചിയുടെ വേസ്റ്റ്, മീനിൻ്റെത്, അതുപോലെ പച്ചക്കറികളുടെ, എന്തൊക്കെ കപ്പ പൊളിച്ചാൽ അത്, ഏത് കാര്യങ്ങളും ഇങ്ങനെയാണ് ഇട്ട് വെക്കാറുള്ളത്. അപ്പൊ ഈ ഒരു പൈപ്പ് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത പൈപ്പിലിടും. അടുത്ത പൈപ്പ് നിറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇത് നമുക്ക് നല്ലൊരു വളമായിട്ട് തീരാറുണ്ട്. അപ്പൊ ഇതിലൊക്കെ വരുന്ന ഒരു കാര്യം കാണിക്കാം, പുഴുക്കൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. നിറച്ചും, നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും, നിറച്ചും പുഴുക്കളാണ്. നമുക്കതുകൊണ്ട് ശല്യമൊന്നുമില്ല കേട്ടോ. ഈ പുഴുകൂടുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഒരു വളമായി മാറത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷെങ്കിൽ ഇപ്പം പല വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കിച്ചണിൽ വെച്ചായാലും നമുക്ക് വളമാക്കി മാറ്റാം എന്നൊക്കെ പറഞ്ഞ പുഴുവോ ഒന്നും വരത്തില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും വീട്ടിലുള്ള ഇതുപോലുള്ള വേസ്റ്റൊക്കെ നമ്മൾ വീടിനകത്തല്ലല്ലോ വെക്കുന്നത്, വീടിന് വെളിയിൽ കൊണ്ട് കളയുമല്ലേ ചെയ്യുന്നത്. അപ്പം വീടിനുള്ളിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. വീടിന് വെളിയിൽ ഇതുപോലൊരു പൈപ്പോ കമ്പോസ്റ്റ് ഇടുന്നതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില് ഇട്ട് വെച്ചാൽ മതിയല്ലോ. അത് പുഴു വന്നാൽ നമുക്ക് ശല്യമൊന്നുമില്ല, സ്മെല്ലോ ഒന്നും തന്നെയില്ല, നല്ല വളമായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ ഇത് കൂടാതെ ഇതുപോലെ ഒരു ബക്കറ്റിൽ ഞാൻ ജൈവമാലിന്യങ്ങളൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കപ്പത്തൊലി ആയാലും ചക്കമടലായാലും എന്തായാലും ഞാൻ ഇങ്ങനെയാണ്, വെളിയിൽ കൊണ്ട് നമ്മൾ എറിഞ്ഞു കളയുന്ന ഒരു രീതിയില്ല, ഇതുപോലെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ടാപ്പ് തുറക്കാമെങ്കിൽ ഇതാ ഇങ്ങനെ സ്ലറി കിട്ടുകയും ചെയ്യും. ഇപ്പം ഇവിടെ അല്പം പൊട്ടിപ്പോയായിരുന്നതിനാണ് ഞാൻ ഒരു ഷീറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മളിപ്പം തുറന്നു നോക്കുകയാണെങ്കിൽ നല്ല ജൈവവളമായിട്ടാണ് കേട്ടോ. പക്ഷെങ്കിൽ ഇതിനകത്ത് ആ പുഴുശല്യം കാണും, നമുക്കതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് കൊന്നയുടെ ഇലയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ നല്ല വളമായിട്ടാണ് ഇത് മാറുന്നത് കേട്ടോ. ഇതിനുള്ളിലുള്ളതൊക്കെ നല്ല വളമായിട്ട് മാറി. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോൾ അഥവാ നമ്മുടെ കയ്യിലെങ്ങാനും ഒന്ന് പറ്റിയാൽ ഈ ചാണകത്തിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വൃത്തികേടായിട്ടുള്ള ഒരു സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ഞാൻ അങ്ങനെ വേറൊന്നും ഇടുന്നില്ല, ഈ ജൈവമാലിന്യം മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കരിയിലൊക്കെ കിട്ടുവാണെങ്കിൽ കരിയില മുറ്റത്തു നിന്നൊക്കെ പെറുക്കുന്നത് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ട് വെക്കാറുണ്ടായിരുന്നു. അല്ലാതെ ഒന്നും തന്നെ ഒരു സാധനവും ഞാൻ ഇട്ടിട്ടില്ല. ഇന്നോക്കുലമോ അങ്ങനൊന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളതല്ല. ഇടയ്ക്കെങ്ങാനും ഒരു കപ്പ് വല്ലതും മണ്ണ്, ചിലപ്പം അത് കൂടുതലായിട്ട് ഈ മീനിന്റെ വേസ്റ്റ് ഒക്കെ വരുമ്പോൾ അതൊന്ന് മൂടത്തക്ക രീതിയിൽ കുറച്ച് മണ്ണ് ഞാനൊന്ന് വിതറി കൊടുക്കുക, അതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്തുനിന്ന് ഈ സ്ലറി ആയാലും നല്ലതാണ്, നമുക്ക് ഡൈലൂട്ട് ചെയ്ത് ഇത് മറ്റ് ചെടികൾക്കൊക്കെ ഇടാൻ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലാണ് ഞാൻ വീട്ടില് കമ്പോസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. നമുക്ക് മാലിന്യമൊന്നും വലിച്ചെറിയേണ്ടി വരത്തുമില്ല. നല്ല രീതിയിൽ നമുക്ക് വളം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം.
നമ്മുടെ ചെടികളെയൊക്കെ നശിപ്പിക്കാതെ സംരക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാ ചെടികളെയും പച്ചക്കറികളെയും ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളെയും എല്ലാത്തിനെയും ഞാൻ സംരക്ഷിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കും ഇതേ രീതിയിലൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനൊരു പഴയ ഹെൽമെറ്റിനകത്താണ് കേട്ടോ ഇതിന് ഞാൻ നട്ടു വെച്ചിരിക്കുന്നത്. ഇവർക്കൊക്കെ വളം കൊടുത്തിട്ട് ഞാൻ കുറേ ആയി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വരും നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.